RSSും BJP പ്രവർത്തകർ നടത്തിയ വർക്ക്, RSS ആണ് പ്രത്യേകിച്ച് RSSൻ്റെ കരുത്തുറ്റ വർക്ക് ഏറ്റവും ചിട്ടയോടുകൂടിയുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയി. അതുതന്നെയാണ് അവിടെ BJPക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിച്ചത്. അന്ന് ശിവസേനയിലെ ഒരു വിഭാഗമായിരുന്ന ഈ ഷിൻഡെ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങൾ, ജനകീയമായ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ആ പദ്ധതികളിലൂടെ അല്ലാതെ ഏത് വിഭാഗത്തിലൂടെയാണ് ഗ്രാസ് റൂട്ടിൽ BJPക്ക് ചലിക്കാൻ കഴിയുമായിരുന്നു? ഇനിയിപ്പോൾ ഷിൻഡെ പോയി കഴിഞ്ഞാലും ഈ സർക്കാർ വീഴില്ല. അജിത് പവാർ സഖ്യം കൂടെയുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഓർക്കുക, നഷ്ടപ്പെടാൻ കൂടുതലുള്ളത് ഷിൻഡേക്ക് മാത്രമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിച്ചേക്കാവുന്ന കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ BJP ഭൂരിഭാഗം സീറ്റുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. തൽക്കാലം കൂടെ നിൽക്കുന്നവരെ ഒന്ന് ഒതുക്കി നിർത്തി കൂടുതൽ കാര്യങ്ങൾ BJP ചെയ്ത് കൂടുതൽ സ്ഥാനങ്ങൾ BJP അലങ്കരിച്ച് മുന്നോട്ട് പോവുക. അതിലൂടെ നേട്ടങ്ങളുടെ എല്ലാം തന്നെ ക്രെഡിറ്റ് സ്വന്തം പോക്കറ്റിലേക്ക് വരിക, അങ്ങനെ വളരുക. ആ ഒരു തന്ത്രം തന്നെയാണ് അവർ പയറ്റുന്നത്. ആ തന്ത്രം ഏറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്താണ് പുകയുന്നത് ചോദിക്കാൻ കാരണം, ഏകനാഥ് ഷിൻഡെ തൻ്റെ വാദമുഖങ്ങളുമായി ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് BJP നേതൃത്വത്തിനെതിരെ. തന്നെ നിസാരനായി കാണരുത് എന്ന്. അതായത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ, ആവശ്യങ്ങൾ, ഇവയ്ക്കൊക്കെ തന്നെ വേണ്ടത്ര വെയിറ്റേജ് BJP നൽകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇനിയിപ്പോൾ ഏകനാഥ് ഷിൻഡെയും BJPയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലേക്ക് പോകും? ഈ തർക്കത്തിന് പ്രത്യേക കാരണങ്ങളുണ്ടോ? ഒപ്പം തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് പരിശോധിക്കാം. എന്നോടൊപ്പം ചേർന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി. നമസ്കാരം കുഞ്ചു, ടോക്കിംഗ് സ്വാഗതം. എന്താണിപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണ മുന്നണിക്കുള്ളിൽ നടക്കുന്നത്? ഈ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം അധികാരത്തിലെത്തുന്നു എന്ന് പറയുന്ന വലിയ വാർത്തയായിരുന്നു. കാരണം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മഹായുതി സഖ്യത്തിന്, പ്രത്യേകിച്ച് അതിനുൾപ്പെട്ട BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് മഹാരാഷ്ട്രയിൽ. അങ്ങനെയുള്ള മഹായുതി സഖ്യത്തിൽ ഷിൻഡെ വിഭാഗത്തിന് ആ ഒരു സഹായത്തോടു കൂടി മുന്നോട്ട് വന്ന എന്ന് പറയപ്പെടുന്ന BJP സർക്കാർ ഇപ്പോൾ ഷിൻഡെയെ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് ഷിൻഡെയുടെ പരാതി. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പേ ഈ മഹാരാഷ്ട്ര സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞതാണ് ഷിൻഡെയെ തഴയുന്നു എന്നുള്ളൊരു കാര്യം. ദേവേന്ദ്ര ഫഡ്നാവിസിന് അധികാരം കൈമാറുമ്പോൾ ഷിൻഡെയെ തഴയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഷിൻഡെ സൗമ്യമായി പോകുന്നു, ഷിൻഡെക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. പക്ഷേ പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ ഒരു ഭരണ നേട്ടം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭരണ നേട്ടമല്ല, ഭരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്രയധികം സീറ്റുകളിൽ വിജയിക്കാൻ കാരണക്കാരനായത് ഷിൻഡെ അല്ലേ? കുഞ്ചു, നമ്മളിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കുഞ്ചു ഒരു കാര്യം പറഞ്ഞിരുന്നു. ഷിൻഡെയുടെ വാദമുഖങ്ങൾക്ക് എത്രത്തോളം വെയിറ്റേജ് കിട്ടും, അദ്ദേഹം ഒറ്റപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഗ്രാസ് റൂട്ട് ലെവലിലൂടെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി പ്രചാരണം നടക്കുന്നതിൻ്റെ സാഹചര്യത്തിലൊക്കെ തന്നെ നടന്ന ചർച്ചകളിൽ എല്ലാവരും പറഞ്ഞിരുന്നത് വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞത് BJPക്ക് വ്യക്തമായ ഒരു മുൻതൂക്കമുണ്ട്, അവർ ആധിപത്യം നേടാനുള്ള സാധ്യതയാണ് കൂടുതലും എന്ന്. അതും വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ കുഞ്ചു ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഈ സിനാരിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഷിൻഡെക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഷിൻഡെക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ ഷിൻഡെ എടുത്തിട്ടുള്ള ജനപ്രിയ തീരുമാനങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വെയിറ്റേജ് കൂട്ടുകയും ജനങ്ങൾക്കിടയിൽ പ്രചാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് അദ്ദേഹം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിച്ചു. ആ ജനപ്രീതി തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വിജയത്തിൽ വലിയ പങ്ക് വഹിക്കാൻ തനിക്ക് സാധിക്കുമെന്നും എന്നുള്ള ഒരു രീതിയിലുള്ള നീക്കുപോക്ക് വാദങ്ങൾ, ക്ലെയിമുകൾ അദ്ദേഹം നടത്തി. ആ ക്ലെയിം പക്ഷേ കൃത്യമായി സൈഡ് ലൈൻ ചെയ്യുവാൻ BJP നേതൃത്വത്തിന് സാധിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞത്, നിങ്ങൾ ഉപമുഖ്യമന്ത്രിയാവുക. കൃത്യമായ അജണ്ടകൾ BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ബാർഗെയിൻ ചെയ്ത്, അല്ലെങ്കിൽ കൃത്യമായ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ച് ഷിൻഡെയെ ഒതുക്കി നിർത്തുവാൻ സാധിച്ചു. ഷിൻഡെക്ക് തീർച്ചയായിട്ടും ഇവിടെ അല്ലെങ്കിൽ മറ്റെങ്ങുമില്ല, പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വരുമായിരുന്നു. കാര്യമില്ല. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, വരാൻ പോകുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ ഷിൻഡെയ്ക്ക് കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിൻഡെ തൻ്റെ ശക്തമായ ബാർഗെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകില്ല. അന്ന് അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദത്തിൽ തൃപ്തനായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതിലേക്ക് വരാൻ ഞാൻ. പക്ഷേ അതിനു മുമ്പ് പറയാം, ഷിൻഡെയ്ക്ക് വ്യക്തമായ
പങ്കുണ്ടായിരുന്നു BJP സഖ്യത്തെ അധികാരത്തിലെത്തിക്കുന്നതിൽ. പക്ഷേ ആ സമയത്തും അതിനൊക്കെ തന്നെ ഉപോത്ബലകമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. RSSും BJP പ്രവർത്തകർ നടത്തിയ വർക്ക്, RSS ആണ് പ്രത്യേകിച്ച് RSSൻ്റെ കരുത്തുറ്റ വർക്ക് ഏറ്റവും ചിട്ടയോടുകൂടിയുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയി. അതുതന്നെയാണ് അവിടെ BJPക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിച്ചത്. കാരണം പല അവർക്ക് പ്രതീക്ഷയില്ലാതിരുന്ന പല സ്ഥലങ്ങളിലും വിജയം നേടിയെടുക്കുവാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ഈ ഒരു കാര്യത്തിൽ കുഞ്ചു ചോദിക്കുന്ന ചോദ്യത്തിന് ഷിൻഡേക്ക് വ്യക്തമായ പങ്കുണ്ടായിരുന്നു. പക്ഷേ അതിനെ ടാക്കിൾ ചെയ്യുവാൻ BJP നേതൃത്വത്തിന് സാധിച്ചു. അന്ന് ഇപ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളതായിരിക്കും. അല്ല, അതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ലാഡ്ലി ബഹൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത തുടങ്ങിയ പദ്ധതി, അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നടപ്പാക്കിയ പദ്ധതികൾ, ഇതെല്ലാം തുടങ്ങി വെച്ചത് ഷിൻഡെയാണ്. ഇത്തരത്തിലുള്ളൊരു ഉദാഹരണം കൊടുത്തത് ഷിൻഡെയാണ്. അപ്പോൾ ഈ ഒരു ആനുകൂല്യം സാധാരണക്കാരനിലേക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അന്ന് ശിവസേനയിലെ ഒരു വിഭാഗമായിരുന്ന ഈ ഷിൻഡെ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങൾ, ജനകീയമായ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ആ പദ്ധതികളിലൂടെ അല്ലാതെ ഏത് വിഭാഗത്തിലൂടെയാണ് ഗ്രാസ് റൂട്ടിൽ BJPക്ക് ചലിക്കാൻ കഴിയുമായിരുന്നു? നമ്മൾ എടുക്കേണ്ട പല ഉദാഹരണങ്ങളുണ്ട്. ഹരിയാനയിലേക്ക് പോകാം, ഡൽഹിയിലേക്ക് പോകാം, മഹാരാഷ്ട്രയിലെ കാര്യവും എടുക്കാം. അവിടെ RSS പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവർക്ക് വ്യക്തമായ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള വ്യക്തമായ പാതയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ലക്ഷ്യം എന്താണെന്ന് അവർക്ക് നല്ല ധാരണയുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. BJPയെയും ഒപ്പം കൂട്ടുന്നത്. പലയിടത്തും അവർ കാണിക്കുന്ന പാതയിലൂടെ, അവർ ഗൈഡ് ചെയ്യുന്ന പാതയിലൂടെ BJP നേതാക്കൾ പോകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ഈ മറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഷിൻഡെ മുന്നോട്ട് വെച്ച പദ്ധതികളുടെ അടിസ്ഥാനത്തിലല്ലേ എന്നുള്ളത് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകുവാൻ RSSന് സാധിക്കും, അവരുടെ സംവിധാനത്തിന് സാധിക്കും. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് അവർക്ക് നല്ല വർക്ക് ഫോഴ്സ് ഉണ്ട്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് 1-to-1 സംഭാഷണങ്ങളിലൂടെ അവരെ സ്വാധീനിക്കാൻ വളരെ നല്ല രീതിയിൽ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ സ്വാധീനം, അതായത് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയ വർക്ക്, തിരഞ്ഞെടുപ്പിന് വർഷങ്ങൾ മുൻപ് തുടങ്ങിയ RSSൻ്റെ ഈ വർക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പോടുകൂടി, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി RSS നിർത്തിയിട്ടില്ല, BJP നിർത്തിയിട്ടില്ല. അവർ ആ വിളനിലം പാകമാക്കി മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ, തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മഹാരാഷ്ട്ര മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ നേട്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് വിജയം കൊയ്യുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി RSS മുന്നോട്ട് പോകുന്നു. ഷിൻഡെ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും അദ്ദേഹത്തിന് മനസ്സിലുദിച്ച ആശയങ്ങളല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കൃത്യമായ ഗൈഡ് ചെയ്യുവാനായി അവർക്കൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു. അത് RSSൻ്റെ പിന്തുണയോടുകൂടി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ദേവേന്ദ്ര ഫഡ്നവിസ് എന്ന നേതാവിനെ വില കുറച്ച് കാണാൻ പാടില്ല. അദ്ദേഹം വളരെ തന്ത്രശാലിയാണ്. ജനപ്രിയൻ എന്നുള്ള ടാഗ് അദ്ദേഹത്തിന് അന്നില്ലായിരുന്നു. പക്ഷേ തന്ത്രശാലിയായ നേതാവാണ്. നമുക്കറിയാം, ഈ ശിവസേനയെ പിളർത്തുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെയും NCPയെ പിളർത്തുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെയും കൃത്യമായ ഒപ്പം ആളുകളെ കൂടെ നിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഏത് രീതിയിലാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് BJPക്ക് വേണ്ടി അദ്ദേഹം ചിന്തിച്ചു നടപ്പിലാക്കി പദ്ധതികൾ. RSSുമായി വളരെ അടുത്ത രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. RSSൻ്റെ അടുത്ത ആളാണ് അദ്ദേഹം, ഒരു RSSകാരനാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് RSSുമായി അടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളുമായി എന്ത് സംസാരിക്കണം. നമ്മളിപ്പോൾ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളെ കാണുമ്പോൾ, കുഞ്ചു ഒരു വോട്ടറാണെങ്കിൽ കുഞ്ചുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ എന്ന് പ്രചാരണത്തിനെത്തുന്ന ഞാൻ അറിഞ്ഞിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായ രീതിയിൽ കുഞ്ചുവിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്ത് എൻ്റെ പക്കൽ എത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ കുഞ്ചുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും എന്ന് അറിയുന്നത് പോലെ തന്നെ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും എന്ന് ദേവേന്ദ്ര ഫഡ്നവിസിനും മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ RSSന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ചിന്തയെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുവാൻ ഇരുവരും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതികൾ വിജയിച്ചു. പ്രത്യേകിച്ച് RSS തയ്യാറാക്കിയ പദ്ധതികൾ വിജയിച്ചു. RSSൻ്റെ രീതിയിൽ തന്നെയാണ് ഫഡ്നവിസ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഈ ഷിൻഡെ പറഞ്ഞൊരു കാര്യം, ഞാനൊരു സാധാരണ പാർട്ടിക്കാരനാണ്, പക്ഷേ എന്നെ വില കുറച്ച് കാണുന്നവരോട് പറയാനുള്ളത്, ഞാൻ ബാലാസാഹിബിന്, അതായത് താക്കറെയുടെ അനുയായിയാണ്. എന്നെ വില കുറച്ച് കാണുന്നവരോട് ഞാൻ ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വില കുറച്ച് കാണരുത് എന്ന് പറയുന്നത്, അത് ഷിൻഡെയെ വെറുപ്പിക്കുന്നത് ഒരുപക്ഷെ BJPക്ക് ഭാവിയിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? BJP ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റെപ്പ് എടുക്കുന്നെങ്കിൽ അവർ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ ആയിരിക്കും. വരും വരായികൾ അറിഞ്ഞു തന്നെ ആയിരിക്കും. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷിൻഡെയ്ക്ക് ഇനി വലിയ ആഘാതമൊന്നും തങ്ങൾക്ക് ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്ന്. ഷിൻഡെയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം 132 സീറ്റ് മഹാരാഷ്ട്ര നിയമസഭയിൽ BJPക്കുണ്ട്. ഷിൻഡെയുടേതായി 57 ഉണ്ട്.
അജിത് പവാറിന് 41. അപ്പോൾ ഇവർക്ക് ഭദ്രമായ നിലയിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. 132 എന്ന് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട് BJP. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145. ഇനിയിപ്പോൾ ഷിൻഡെ പോയി കഴിഞ്ഞാലും ഈ സർക്കാർ വീഴില്ല, അജിത് പവാർ സഖ്യം കൂടെയുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഓർക്കുക, നഷ്ടപ്പെടാൻ കൂടുതലുള്ളത് ഷിൻഡേക്ക് മാത്രമാണ്. ഷിൻഡെ ഇതെല്ലാം ബാർഗെയിനിങ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനി തൊട്ടടുത്തായി നമ്മളിപ്പോൾ കണക്ക് പറഞ്ഞു, സീറ്റുകളുടെ കണക്ക് പറഞ്ഞു, മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ്. കോൺഗ്രസിൻ്റെ സീറ്റാണെങ്കിൽ 16, അതുപോലെ NCPയുടേതാണെങ്കിൽ 10, അവിടെയുള്ള ഉദ്ധവ് താക്കറയുടേതാണെങ്കിൽ 20. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഉദ്ധവ് താക്കറെ ഒരു കാരണവശാലും ഷിൻഡെയുമായി ചേർന്ന് പോകില്ല. പല വിലയിരുത്തലുകളും പല പത്രങ്ങളും നടത്തും, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ 2 വിഭാഗം ശിവസേനകളും ഒന്നിച്ചു പോയേക്കുമെന്നുള്ളത്. പക്ഷേ അങ്ങനെ നടക്കാനുള്ള സാധ്യത തുച്ഛമാണ്, വളരെ കുറവാണ്. നേരെ മറിച്ച് BJPയുടെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ബാക്ക് ഡോറിലൂടെ പ്രവേശനം നടത്താനുള്ള ശ്രമമാണ് ഉദ്ധവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP നേതൃത്വവുമായി അടുത്തുകൊണ്ട് ഷിൻഡേക്കിട്ട് പാര വെച്ചുകൊണ്ട് അതെ എങ്ങനെ ഷിൻഡേക്ക് പണി കൊടുക്കാം എന്നാലോചിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർ. അപ്പോൾ അങ്ങനെ BJP നേതൃത്വത്തെ സ്വാധീനിക്കാൻ അവർ ശ്രമം നടത്തുന്നുണ്ട്. BJPക്ക് പക്ഷേ ഈ ഉദ്ധവിൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇനി വരാൻ പോകുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ അതിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളായാലും ഈ പറഞ്ഞതുപോലെ ഈ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഒരു മുന്നേറ്റമായാലും ഇതിനെല്ലാം മാറ്റി നിർത്തുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം, ആ വിജയത്തിന് ശേഷം മഹായുതി സർക്കാരിൽ ഉണ്ടായിരുന്ന ഈ ഷിൻഡെ വിഭാഗത്തിന്റെ MLA-മാർക്ക് 52ഓളം വരുന്ന MLA-മാർക്ക് 51ഓളം വരുന്ന MLA-മാർക്ക് അവരുടെ സുരക്ഷയിൽ ഒരു കുറവ് വരുത്തിയിരുന്നു എന്നാണ്. വൈ കാറ്റഗറി ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിലേക്ക്, സുരക്ഷയെ താഴ്ത്തുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ്. അത് ആരോടും കൂടി ആലോചിച്ചില്ല എന്നുള്ള കാര്യമാണ് ഷിൻഡെ പറയുന്നത്. അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ട BJPക്കെതിരെയാണ് ആദ്യം ഈ ഷിൻഡെ വിഭാഗം രംഗത്തെത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു ശീതയുദ്ധം തുടങ്ങുന്നത് പോലും. നമ്മൾ രാഷ്ട്രീയ തന്ത്രം ഇവിടെ പരിശോധിക്കേണ്ടതാണ്. ചാണക്യ തന്ത്രമാണ് BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണം. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും തന്ത്രങ്ങൾ ഉണ്ടാവണം. അവർക്ക് അജണ്ട ഉപയോഗിച്ചതിന് ശേഷം അതെ വിജയം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തന്ത്രം അത് വളരെ ഇഫക്റ്റീവായി പ്രയോഗിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഏത് പാർട്ടിക്കുണ്ടോ അവർക്കൊക്കെ വിജയം കൊയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഷിൻഡെ ഒപ്പം നിൽക്കണമായിരുന്ന സാഹചര്യത്തിൽ ഷിൻഡയെ ഒപ്പം നിർത്തി. ഇനിയിപ്പോൾ ഷിൻഡയുടെ ആവശ്യമില്ല അവർക്ക്. ഇനിയിപ്പോൾ ഷിൻഡേക്കാണ് അങ്ങോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ BJPയുടെ ആവശ്യം. എന്തുകൊണ്ട് ഒന്നൊന്നായി അവരുടെ പെർക്കുകൾ വെട്ടിക്കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അവർ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിച്ചേക്കാവുന്ന കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ BJP ഭൂരിഭാഗം സീറ്റുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഇത് ശിവസേന ഷിൻഡെ വിഭാഗം ഇനി ആവശ്യമില്ല. അതെ ശിവസേന ഷിൻഡെ വിഭാഗം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായ. നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ മുംബൈ ആണെങ്കിലും, പൻവേലാണെങ്കിലും, അസർ നഗർ ആണെങ്കിലും, കല്യാൺ ഡോംബിവല്ലി ആണെങ്കിലും, നവി മുംബൈ ആണെങ്കിലും, മീര ബൈന്ദർ ആണെങ്കിൽ തന്നെയും അങ്ങനെ ഒട്ടേറെ കരുത്തുറ്റ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ നിറഞ്ഞതാണ്. അവിടെ ജനസാന്ദ്രതയും കൂടുതലാണ്. അവിടുത്തെ ബഡ്ജറ്റൊക്കെ കോടാനുകോടികളാണ്, വലിയ ബജറ്റുകളാണ്. അപ്പോൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അവിടെയും ഒരു ചോദ്യം ഉള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ BJPക്ക് അത് സാധ്യമാണോ എന്നുള്ളതാണ്. സാധ്യമാണ് എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. അപ്പോൾ കാലം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആദ്യമേ BJP തുടങ്ങി എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വർഷങ്ങൾ മുൻപ് തന്നെ RSS ഇവിടെ വർക്ക് തുടങ്ങിയിരുന്നു. ആ വർക്ക് തിരഞ്ഞെടുപ്പോടുകൂടി അവർ അവസാനിപ്പിച്ചില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് BJPയുടെ ഏറ്റവും വലിയ കരുത്താണ്, ഭാഗ്യമാണ്. അപ്പോൾ ആ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇനിയിപ്പോൾ താനെ ഷിൻഡെയുടെ കരുത്തുറ്റ മേഖലയാണ്, അല്ലെങ്കിൽ താനെ ഇല്ലെങ്കിൽ ഷിൻഡെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. താനെ ചിലപ്പോൾ കൊടുത്തേക്കും ഷിൻഡേക്ക്, ബാക്കിയെല്ലാം ഇവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഉണ്ട്. കാരണം മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം തങ്ങളുടെ പരിധിയിലാക്കുക, ഇനി വർഷങ്ങളോളം അവിടെ അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ് BJPയുടെ അജണ്ട. അതിനു വേണ്ടിയുള്ള നീക്കുപോക്കുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ RSSൻ്റെ വിഷയം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനപ്രിയ പദ്ധതികളുടെ കാര്യമുണ്ട്. ഷിൻഡെയുടെ കരുത്ത് എന്ന് പറയുന്നത് ജനകീയ മുഖമായിരുന്നു, സാധാരണക്കാരുടെ നേതാവാണ് എന്നുള്ളതായിരുന്നു.
ഫഡ്നവിസിനെയും ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് BJPയും RSSും. അല്ലാതെ ഈ ഫഡ്നാവിസിന്റെ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് പോലും കോൺഗ്രസ് ആയാലും ഇന്ത്യ സഖ്യമായാലും ഒരു ഭാഗം ഷിൻഡെയുടെ ആൾക്കാരായാലും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫഡ്നാവിസ് ഒരു ബ്രാഹ്മണനാണ്, ആ ബ്രാഹ്മണ മേധാവിത്വം അത് ഒരുപക്ഷെ ഭരണത്തെ ബാധിക്കാം, അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയില്ല എന്നുള്ള ഒരു പ്രചരണം പോലും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫഡ്നാവിസിന് ഈ ഒരു അധികാരം കൈമാറുന്നത് പോലും ഷിൻഡെയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം പക്ഷേ അറിയാം എന്തുകൊണ്ടെന്നാൽ ഫഡ്നവിസ് വളരെ വളരെ ബുദ്ധിശാലിയായ തന്ത്രശാലിയായ നേതാവാണ്. അദ്ദേഹം ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നത്, ഷിൻഡെ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ ഭയം തന്നെയാണ് അത്തരം അഭിപ്രായങ്ങൾക്ക് പിന്നിലുള്ളതും. ഇനിയിപ്പോൾ മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യവും ഇവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തെന്നാൽ വികസനത്തിന് BJPയുടെ ഭരണം വേണം എന്നുള്ളത് തന്നെയാണ്. ഈ കോർപ്പറേഷനുകളിലൊക്കെ തന്നെ BJP ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിച്ചാൽ, ഭരണസമിതി രൂപീകരിച്ച് കഴിഞ്ഞാൽ വികസന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും, പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇവയൊക്കെ തന്നെ ഇനി കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ തന്നെയും, റോഡ് വികസനമാണെങ്കിൽ തന്നെയും, റെയിൽവേ വികസനമാണെങ്കിൽ തന്നെയും അതിനെല്ലാം ഒരു ബോഡികൾ അവിടെ രൂപീകരിച്ച് അവിടെയാണ് ആ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ ബോഡീസുമായി, ഈ സമിതികളുമായി ഒക്കെ തന്നെ ഭരണത്തിൽ ഇരിക്കുന്ന താനയിലാണെങ്കിലും പൻവേലിലാണെങ്കിലും അവിടെയുള്ള ഭരണസമിതികൾക്ക് ശരിക്കുള്ള നല്ല ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പദ്ധതികൾ ഇഴഞ്ഞ് മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ പറയുന്നുണ്ട് കേരളത്തിൽ BJP ഒരു സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് യഥേഷ്ടം ഇവിടെ ലഭിക്കും എന്ന് പറയുന്ന പോലെയാണ്. കോർപ്പറേഷനിൽ അവരാകുന്നു, സംസ്ഥാനത്ത് അവരാകുന്നു, കേന്ദ്രത്തിലും അവരാകുന്നു. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും ഭാഗമാകാൻ ഈ ഒരു സംസ്ഥാനത്തിനും കോർപ്പറേഷനും സാധിക്കും എന്നുള്ളൊരു ഐഡിയ. ഇനിയിപ്പോൾ BJPക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്, വേഗത്തിൽ പദ്ധതി പൂർത്തിയാകും. മറ്റൊന്ന്, നരേന്ദ്രമോദി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു സംസാരം ജനങ്ങൾക്കിടയിലുണ്ട്. അത് മഹാരാഷ്ട്രയിൽ സർവ്വസാധാരണമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ അവിടുത്തെ മൈഗ്രൻ്റ് വിഭാഗം, അവിടെ കുടിയേറിയെത്തിയ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ കുടിയേറിയെത്തിയവരുടെ നല്ലൊരു ശതമാനം വോട്ടും BJPക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുജറാത്തികളാണെങ്കിൽ തന്നെയും, രാജസ്ഥാനികളാണെങ്കിൽ തന്നെയും, അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നെത്തിയവരാണെങ്കിൽ തന്നെയും ഭൂരിഭാഗം 99% ഒക്കെ തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്ന, BJP അനുകൂല നിലപാടിലാണ് ഉള്ളത്. അതുകൂടാതെ മലയാളികളിൽ 70% ഇപ്പോൾ BJP അനുകൂല നിലപാടാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ മൈഗ്രൻ്റ് വിഭാഗത്തിൻ്റെ വോട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകൾ കൂടി അവർക്ക് അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP. നേരത്തെ തന്നെ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. കാരണം ഈ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് എത്തിയതും, നല്ലൊരു ശതമാനം കോൺഗ്രസ് വോട്ടുകളും BJPയിലേക്കാണ് എത്തിയത്. അപ്പോൾ BJPയാണ് അതിൻ്റെ നേട്ടമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. അത് കൂടുതലും നഗരപ്രദേശങ്ങളിലായിരുന്നു. ഇനിയിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു. ഇനിയിപ്പോൾ നഗരപ്രദേശങ്ങളിൽ കൂടി വലിയ വോട്ടിംഗ് പോക്കറ്റുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്, എങ്കിൽ ഈ സമഗ്രാധിപത്യം സംസ്ഥാനത്ത് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായും പാലിക്കാൻ BJP സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുവരെ വാഗ്ദാനം ചെയ്ത പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ ജനകീയ മുഖം കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിലും ഇപ്പോൾ അവർ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. RSSന് വ്യക്തമായ പങ്കുണ്ട്. അതുപോലെ തന്നെ ഫഡ്നവിസ് എന്ന നേതാവിന് പ്രത്യേകിച്ച് ബിസിനസ് താല്പര്യങ്ങളില്ല. അദ്ദേഹത്തിന് ഒരു ബിസിനസ്സും ഇല്ല. രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അജണ്ട. രാഷ്ട്രീയം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പലർക്കും അവിടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവരുടെ എനർജി പകുതി അങ്ങോട്ടും പകുതി ഭരണത്തിലുമാണ് വരുന്നത്. ഫഡ്നവിസിൻ്റെ ഊർജ്ജം മുഴുവൻ ഭരണത്തിലാണ് ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അഴിമതി വിരുദ്ധ നീക്കങ്ങൾക്ക് വളരെ ശക്തി പകർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റതിന് ശേഷം വളരെ അഗ്രസീവായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടാതെ തന്നെ അദ്ദേഹത്തെ ഇനിയും RSS പിന്തുണയ്ക്കും, BJP പിന്തുണയ്ക്കും എന്നുള്ളതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഒരു BJPക്ക് ഒരു നേതാവ് വരികയാണെന്നുണ്ടെങ്കിൽ RSSൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള നേതാവാണ് ഫഡ്നവിസ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ അത് വ്യക്തമായിരുന്നു. ഇനിയും അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ
അവർക്ക് ഇപ്പോൾ തന്നെ സാധിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ വികാരം അവർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതിൽ BJP വിജയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എതിർകക്ഷികളായിട്ടുള്ള ആൾക്കാർ വിചാരിക്കും BJP വിജയിച്ചതുകൊണ്ട് അവരവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി അതാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളതാണ്. ആ കഴിഞ്ഞോടുകൂടി അവിടെ അവസാനിച്ചു, ഞങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷേ BJP അങ്ങനെയല്ല. BJP പറഞ്ഞതുപോലെ ഒരു മുന്നോട്ട് ഉള്ള പോക്കിനെ അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് കാലാകാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു രീതി RSSും BJPയും ഉണ്ട്. ആ ഒരു പ്രവർത്തനം മഹാരാഷ്ട്രയിൽ വിജയം കണ്ടു. ഇനി ഞാൻ നിസ്സാരനല്ല എന്ന് ഷിൻഡെ പറഞ്ഞത് ഷിൻഡേക്ക് തന്നെ അബദ്ധമായി മാറുകയാണോ? ഷിൻഡെ പറയും. കാരണം ഷിൻഡെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തിന് തന്ത്രങ്ങൾ ഒരുപാടുണ്ട്. വളരെ വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ജനങ്ങളുടെ സ്വാധീനമുണ്ട്. പക്ഷേ അവിടെ കാലിടറിക്കൊണ്ടിരിക്കുകയാണ്. ഷിൻഡെയുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഏരിയ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ BJP അവരുടെ ഏരിയ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വാധീനമുള്ള ഏരിയ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കുഞ്ചു പറഞ്ഞതുപോലെ നിരന്തരമായിട്ടുള്ള അവരുടെ വർക്ക്, അവസാനിക്കാത്ത വർക്ക് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. അവർക്ക് ഒരു കാരണവശാലും അവർ ഉദാസീനരായിരിക്കാൻ തയ്യാറല്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ ഒരു RSSൻ്റെ രീതിയുണ്ടല്ലോ, ആ ചിട്ടയായ പ്രവർത്തനം, നിസ്വാർത്ഥമായി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രീതി, ഇതൊക്കെ ആയി അവർ മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറുവശം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആണെങ്കിൽ തന്നെയും മഹാരാഷ്ട്ര കാര്യം മാത്രമല്ല, പ്രതിപക്ഷം ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതെ, താക്കറെ താല്പര്യം പ്രകടിപ്പിക്കും BJPയിലേക്ക് വരാൻ. പക്ഷേ താക്കറെ ഇവർ സ്വീകരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത്തരത്തിലുള്ളവരെ അതായത് ഒരു വ്യക്തിത്വത്തിന് കളങ്കമേറ്റവരെ അല്ലെങ്കിൽ മോശം ഇമേജ് ഉള്ളവരെ ഒന്നും തന്നെ ഇവർ ഒപ്പം എടുക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊരു മുന്നേറ്റം BJPയുടേത് നമുക്ക് വരുന്ന അത് സാധ്യമാണ്. അത് സാധ്യമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം കൂടെ നിൽക്കുന്നവരെ ഒന്ന് ഒതുക്കി നിർത്തി കൂടുതൽ കാര്യങ്ങൾ BJP ചെയ്ത് കൂടുതൽ സ്ഥാനങ്ങൾ BJP അലങ്കരിച്ച് മുന്നോട്ട് പോവുക. അതിലൂടെ നേട്ടങ്ങളുടെ എല്ലാം തന്നെ ക്രെഡിറ്റ് സ്വന്തം പോക്കറ്റിലേക്ക് വരിക, അങ്ങനെ വളരുക. ആ ഒരു തന്ത്രം തന്നെയാണ് അവർ പയറ്റുന്നത്. ആ തന്ത്രം ഏറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഷിൻഡെ എന്തായാലും മയപ്പെട്ടു പോകും ഉറപ്പായിട്ടും. ഷിൻഡെക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ മാറ്റം ശ്രദ്ധേയം തന്നെയാണ്. BJP നിലത്തുറപ്പിച്ച ചുവടുകൾ കരുത്തോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷിൻഡെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഡിമാൻഡുകളും മുന്നോട്ട് വയ്ക്കുന്നത് തൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായി മാത്രമാണ്. താൻ അപ്രസക്തനല്ല, തന്നെ അവഗണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനിവിടെ ഉണ്ട് എന്ന് BJP നേതൃത്വത്തെ ഒന്ന് അറിയിക്കുക. അത് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി. ഇനി അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്കാരം.